നീയൊരു പുഴയാൽ തഴുകുമ്പോൾ 1 2 3 4 5 6 7 8 ലെൻസ് അടിച്ചു പോയിക്കാം. ഇത് നമ്മളെ മൂക്ക് ചെറിയാവാൻ അന്നാമ പോലെ ഊഞ്ഞാപ്പോ അന്നക്കിളി മഞ്ഞക്കിളി അതുപോലെ അങ്ങനെ നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ട ദിവസമായി എന്ന് പറയാം. 3 മാസത്തിന് ശേഷം നമുക്ക് റിവ്യൂ ഉണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലാണ് നമുക്ക് ട്രെയിൻ ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. രാത്രി ആകുമ്പോൾ രാത്രി 10:45 നമുക്ക് ട്രെയിൻ വരാട്ടോ. അപ്പോൾ ഞാനൊക്കെയും കൂടിയിട്ടാണ് ഇപ്രാവശ്യം പോണത് കേട്ടോ. അങ്ങനെ നമ്മൾ ട്രെയിനൊക്കെ കയറി പിറ്റേ ദിവസം രാവിലെ അവിടെ ഒരു 7-7:30 ടൈമൊക്കെ ആകുമ്പോൾ നമ്മളവിടെ എത്താറായിട്ടോ. അപ്പോൾ കുറച്ച് മുന്നേ ഞാൻ എണീറ്റുണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല, തരി ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഈ തണുപ്പ് ഭയങ്കര തണുപ്പോട്ടെ. എനിക്കാണെങ്കിൽ ഈ കഫൊക്കെ ഇട്ട് നിൽക്കണോണ്ട് എനിക്ക് സഹിക്കാൻ തന്നെ പറ്റണില്ല കേട്ടോ. തണുപ്പ് ഭയങ്കര ഒരു കൂടുതലായി. അവിടെ എത്തുമ്പോഴത്തേനും ആ ഒരു ദിവസം അതിൽ ഇരുന്നതിന് ഭയങ്കര കൂടുതലായി. അങ്ങനെ ഹോസ്പിറ്റലിൽ നമ്മൾ എപ്പോഴും വിളിക്കാൻ വരുന്ന ചേട്ടനാണ് കേട്ടോ, നിയാസൺ എന്നാട്ടെ ഈ ചേട്ടൻ്റെ പേര്. നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാനും റെയിൽവേ സ്റ്റേഷനിലേക്ക് വിളിക്കാൻ വരാനും പോകാനും എല്ലാത്തിനും ഈ ചേട്ടനാണ് നമ്മളെ ഹെൽപ്പാക്കുക. അപ്പോൾ ആ ചേട്ടനെ നമ്മൾ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എത്തുന്നതിന് കുറച്ച് മുന്നേ വിളിക്കും കേട്ടോ. അവിടെ ഞങ്ങൾ നേരെ പോയത് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചൊവ്വയും വെള്ളിയാണ് ഡോക്ടറെ കാണിക്കേണ്ട ദിവസം. അപ്പോൾ നമ്മൾ അവിടെ തിങ്കളാഴ്ച ഇവിടെ നിന്ന് കയറി ചൊവ്വാഴ്ച ഇവിടെ എത്തി. അപ്പോൾ ഞാൻ നേരെ പോയിട്ട് റിപ്പോർട്ട് കൊടുത്തു. ബ്ലഡ് ടെസ്റ്റിനുള്ള ബ്ലഡ് കൊടുത്തു, റിപ്പോർട്ടല്ല ബ്ലഡ്. ബ്ലഡൊക്കെ കൊടുക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നമ്മൾ താമസിക്കാനുള്ള ശാലോം ഭവനിലേക്ക് കേട്ടപ്പോൾ ഇത് നമ്മൾ ഒരു 2-3 ആഴ്ച മുന്നേ തന്നെ വിളിച്ചിട്ട് നമ്മൾ റൂമൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടപ്പോഴാണ് റൂം നമുക്ക് ഉണ്ടാവുള്ളൂ. അവിടെ അച്ഛനെ വിളിച്ചിട്ട് പറയാം ഞങ്ങൾ ഇന്ന ദിവസം വരും, ഇപ്പോൾ ഇങ്ങനെ എത്തും എന്നൊക്കെ ഞങ്ങൾ പറയും കേട്ടോ. നമ്മളെ കൂടെ ഓട്ടോയിൽ കണ്ടത് എനിക്ക് ഒരുമിച്ച് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ഉണ്ണിയാണ് കേട്ടോ. 1 മാസം മുന്നെയാണ് ഉണ്ണിയുടെ ട്രാൻസ്പ്ലാന്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനൊക്കെയും കൂടിയിട്ട് പോയി അവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു വന്നിട്ട് അങ്ങനെ അവിടെ മാങ്ങ ഞാൻ പോണ സമയത്ത് അവിടെ മാങ്ങ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ചേച്ചി. ഇത് നല്ലത് പുളി പക്ഷെ കത്തിയില്ലേ ഒന്ന് മതി. ഡോക്ടറെ കണ്ടതിൻ്റെ പിറ്റേ ദിവസം നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം, എന്നും പോകണം കേട്ടോ. ഓരോരോ ടെസ്റ്റുകൾ അത് ഡോക്ടർ കണ്ട വഴിക്ക് എന്നോട് പറഞ്ഞു ലെൻസിൻ്റെ ഡോക്ടറെ കാണണം. അത് കഴിഞ്ഞിട്ട് സ്കാൻ CT സ്കാൻ എടുക്കണം പോകണേൻ്റെ അന്ന് രാവിലെ ഞാൻ ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ കൂടെ വന്നവരെ കുഴപ്പമൊന്നുമില്ല, ഉണ്ണിക്ക് പ്രശ്നമൊന്നുമില്ല, ടെസ്റ്റിൽ കാര്യങ്ങളൊന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അവർ പോവുകയാണ് നാട്ടിലേക്ക്. തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേഗം സ്കാനിങ് ഒക്കെ കഴിഞ്ഞിട്ടോ. 1-2 പേരുണ്ടായിരുന്നുള്ള സാധാരണ നല്ല തിരക്കൊക്കെ ഉണ്ടാവാറുണ്ട്, പക്ഷേ തിരക്കുണ്ടായിരുന്നില്ല. സ്ക്രീനിലാണ് നമ്മുടെ നമ്പർ എഴുതി കാണിക്കുക. ഇത് നമ്മുടെ ലെൻസിൻ്റെ ടെസ്റ്റ് ആട്ടോ. ഓരോരോ ടെസ്റ്റുകൾ ഇങ്ങനെ നമുക്ക് ഓരോ ദിവസം ഉണ്ടാവും കേട്ടോ. ഈ ടെസ്റ്റ് എനിക്ക് പാസ്സാവാൻ പറ്റാണ്ട് വീണ്ടും അവർ തന്നിക്കാണ്. പുറത്തിരുത്തിയിട്ട് ഇനിയും വിളിക്കുമ്പോൾ വരണം പറഞ്ഞു.
ഇപ്പോൾ കണ്ട ടെസ്റ്റുകളല്ലാതെ ഇങ്ങനെ ലെൻസിൻ്റെ ഓരോ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളാണ് കേട്ടോ. പിന്നെ എനിക്ക് ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു, ഈ ബോൺ സ്ട്രെങ്ത്തുള്ള ഇഞ്ചക്ഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നമ്മുടെ ഡേ കെയറിലേക്കാണ് കേട്ടോ, കീമോ കെയറില്ല, അവിടെയാണ് എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കുക. അപ്പോൾ ഇക്ക പുറത്തിരിക്കുകയാണ്, ഞാൻ അവിടെ ആരെയും കയറ്റില്ല അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു ഡോക്ടറെ കാണാൻ വന്നേക്കാണ്, പൾമോണോളജി ആണോ, പൾമോണോളജി ആണോ പൾമോണോളോളി ആണോ എന്നറിയില്ല. കാണിക്കും ഉച്ചവും Yes, sir. That's all. അങ്ങനെ നമ്മുടെ ഡോക്ടേഴ്സിനെ എല്ലാ റിപ്പോർട്ടുമായിട്ട് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ദിവസമാണ് കേട്ടോ. ഇന്ന് ടോക്കണൊക്കെ എടുത്ത് നമ്മൾ ഉള്ളിൽ കയറി ഡോക്ടർമാരൊക്കെ കാണിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. റൂമിൽ പോയിട്ട് ചായ ഉണ്ടാക്കണോ, അത് ഇവിടുന്ന് ഇന്നത്തെ പോലെ കുഴഞ്ഞു പോയി. പറഞ്ഞല്ലോ പറഞ്ഞതാ, എനിക്കാണ് വിഷമം കൊടുക്കുക ചെയ്യാം. എന്തെങ്കിലും കുടിക്കണം. பல பிரச்சனைகளை கொடுத்தாங்க, அதையெல்லாம் தாண்டி அந்த பெரியவரோட பொண்ணையும் பேச்சை கண்டுபிடிச்சாரு. കിന്നത്തിനാട്ടും പഴയുന്നു குணமாத்தான் அந்த பொண்ணவரோட போஸ்ட்மார்ட்டம். നീ തഴുകുമ്പോൾ എന്റെ പാട്ട് പാടാൻ പാടില്ല, പഠിക്കോ പാടും പാടുപെടും പാട്. സൗണ്ട് കണ്ട പിടിക്കാം, എന്നിട്ട് ഇങ്ങനെ വയ്ക്കാം, ഇങ്ങനെ ലോക്ക് பண்ணலாம். ഓക്കെ, then shake. ഇത് വല്ലാത്തൊരു പ്രൊസീജിയറാണ് കേട്ടോ. എന്നിട്ട് വലിക്കാം. അതെന്താ പറഞ്ഞത്? ഒരു മിനിറ്റ് ചെയ്യണ്ടേ? പിന്നെ 10 സെക്കൻഡ്, 10 സെക്കൻഡ്, ഒരു മിനിറ്റ്, പിന്നെ ഒരു മിനിറ്റ് 10 സെക്കൻഡ്. 1 2 3 4 5 6 7 8 9.
ശ്വാസമുട്ട് അന്ന് തുടങ്ങി. ശ്വാസമുട്ടിനൊന്നല്ല, എന്താന്ന് ഡോക്ടർക്ക് തന്നെ അറിയുള്ളൂ, എനിക്കറിയാം. ലെൻസ് അടിച്ചു പോയിക്കാം. ഇതെന്താ? അതെന്താടി? ഇത് നമ്മളെ മൂക്ക് ചെറിയാവാൻ. അതെന്താ? വായയ്ക്ക് ഉറക്കം വന്നിരുന്നു. ഉറക്കപ്പോ കുറച്ച് തന്നെ വന്നോളൂ. പറയലോ ഇങ്ങനെ പറയുമ്പോ ഇത് കഴിഞ്ഞില്ലേ? ഇങ്ങനെ എന്താ ഇറങ്ങി കാണിച്ചേ? ഇത് ഇറങ്ങി നിർത്തത് അറിയില്ല തുടങ്ങട്ടെ കുറച്ച് അന്താമ്പ് പോലെ ഊഞ്ഞാപ്പോ അന്നക്കിളി മഞ്ഞക്കിളി അതുപോലെ. അത് നമ്മൾ വായ നല്ലോണം കുഴിക്കുഴിഞ്ഞാലാണ്, അല്ലെങ്കിൽ വായൊക്കെ തൂല് കൂത്താണ്. അയാള് പറഞ്ഞൊന്നും വിശ്വസിക്കണ്ട. അയാളാണ് പറഞ്ഞത് എന്താ പറയാ, ഫുള്ള് ബുദ്ധിമുട്ട് വരും, വിറയിൽ വരും, കൂടുതലാണെങ്കിൽ ഡോക്ടറെ കാട്ടുന്നു. ഈ സമയത്ത് സത്യമായില്ല. ഇപ്പോൾ ഇറങ്ങാണത് കാത്തു നിൽക്കുക അല്ലേ? ഞാൻ അവിടുന്ന് കഴിച്ച ചോറായിട്ട് വരുന്നത്. മറ്റേ ചോറോ അതെവിടെ കൊണ്ടുവച്ച്? കൊണ്ടുവച്ചു. റൂമ് കത്തലില്ലായിരുന്നു. ഫ്രൂട്ടി കഴിച്ചു. ഊട്ടിയുണ്ടോ? എടുക്കട്ടെ. നീ ഇപ്പൊ എന്താ ചെയ്യണത്? ഇത് പെട്ടിയൊക്കെ ഒതുക്കി കഴിഞ്ഞിട്ട് ക്ഷീണം വന്നാൽ കുടിക്കാം. പുളി പഞ്ചസാരയും ഇതെന്തുല്ല? ഭക്ഷണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുട്ട ഇരിക്കേണ്ടായിരുന്നു. 3 മുട്ട. നമുക്ക് മുട്ട ഒന്ന് സെറ്റ് ചെയ്യണം. മുട്ട നമുക്ക് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മുട്ട കുറ്റിപ്പൊരി ഉണ്ടാക്കണം. എൻ്റെ കൂടെ ഉള്ളത് ഒരു ഭ്രാന്തനായിക്കൊണ്ട് മുട്ട നമുക്ക് കുറ്റിപ്പൊരി ഉണ്ടാക്കി കഴിക്കാം. കഞ്ഞി കൂട്ടിയിട്ട് പിടിപ്പിക്കാം. എന്ത് കൂട്ടിയിട്ട്? കഞ്ഞി കയ്യേ എണ്ണ വരച്ചതൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നല്ലേ സവോള സവോള കണ്ടിട്ടാവില്ല. ഇതാണ് സവോള. കക്കം പറഞ്ഞു മനസ്സിലാക്കിയ ഇതാണ് സവോള എന്ന് പറഞ്ഞ സാധനം. അറിയിക്കാം. കിച്ചണിൽ ഇവിടെ വന്നിട്ട് കിച്ചണിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഫുൾ ഫുഡ് ഞായറാഴ്ച മാത്രം ക്യാൻറ്റീൻ ഇല്ലാത്ത കാരണം ഒരു പാക്കറ്റ് ചപ്പാത്തിയുടെ പാക്കറ്റ് അടിച്ചു തരും. ചപ്പാത്തി അടിച്ചു. ചപ്പാത്തിയാണെങ്കിൽ വേവാത്ത ചപ്പാത്തി കൊടുത്തു. ചപ്പാത്തി അപ്പൊ മേടിച്ചതല്ലേ തക്കാളി സപ്പോള കോഴിമുട്ട മേടിച്ചതാ. കോഴിമുട്ട പിന്നെ മതിയേക്കാം. എനിക്ക് കട്ടിങ് കൂടില്ലാണ്ട് അരിയാൻ വേണ്ടി കിടക്കുന്നില്ല. കൈ മുറിക്കുന്ന കേട്ടോ. പറയാനില്ല. ചിലപ്പോൾ കൈ മുറിക്കുന്നാലോ. അപ്പൊ കണ്ണീന്ന് മുക്കിനൊക്കെ വെള്ളം വരാൻ തോന്നും.
എവിടെ വന്നിട്ട് പോയിട്ട് പണിന്ന് എവിടെ കാണാനില്ലോ വെജും തന്നിടും. ചട്ടപ്പാ എന്താടാ അപ്പൊ എന്ത് വെറുതെ വന്നിട്ട് വീഡിയോ പിടിക്കാണ്ട് എന്താ കണ്ണിനുള്ള നല്ല മൂക്കിണ്ട് ഞാൻ മൂക്കാട്ടായിട്ട് ഓംലേറ്റ് ആക്കുമോ? എന്ത് വർത്താനൊക്കെ പറയണത് ഇതിൽ വീണാല് ഞാൻ പറയുന്ന പോലെ. ഞാനത് ഈ ഡ്രസ്സുകൾ കൊണ്ടുപോകാത്ത കാരണം കേട്ടോ, ഈ ഡ്രസ്സ് തന്നെ ഇതിൽ കാണുന്നത് ഞാൻ കഴുകിയിട്ടും കഴുകാണ്ടും ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ, മാറ്റി ഇട്ടിട്ടൊക്കെ ഇടുന്നുണ്ട്. ഞങ്ങൾ പോണതിൻ്റെ അന്ന് രാത്രി നല്ല മഴയായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു. സ്റ്റിയറിംഗ് ഇന്ന് നമുക്ക് ഇന്ന് നല്ല കഴിഞ്ഞേട്ടാ. ഓ അയ്യോ മണ്ടത്തരം പറ്റിക്കോ, ഉപ്പ അതിൽ വെച്ച് കൂട്ടി. ഭാഗ്യത്തിന് എനിക്കറിയില്ല, അത് കാരണം നമുക്ക് ഉപ്പ് കൂട്ടി കഞ്ഞി എന്നും ഈ ചമ്മന്തിയും പയർ. ഇവിടെ വന്നതിന് ശാന്തി ചുവന്ന പയർ കിട്ടണേട്ടാ. എല്ലാവരും കഞ്ഞി സ്കൂളിൽ പൊരി കുടിക്കാം. ഞാൻ കഞ്ഞി കുടിക്കും ഇങ്ങനെ. ഇവിടെ നല്ല മഴ കഞ്ഞി കുടിക്കലുണ്ടാവും. ഇവിടുന്ന് കുടിക്കും. എനിക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ കുറച്ച് തൈര് കൊണ്ട് കഴിക്കും. ഇവിടെ പിന്നെ കഞ്ഞി മാത്രമേ ഉള്ളൂ രാത്രിയാകുമ്പോൾ, വേറെ ഒന്നും കിട്ടില്ലല്ലേ. പിന്നെ ഉള്ളത് ഇഡലിയാ. എന്നാലും എനിക്ക് ഇഷ്ടമായി എൻ്റെ മുമ്പുണ്ടാക്കുന്ന ഇഡ്ഡലി സാമ്പാർ ഇഷ്ടം. പുറത്തുനിന്ന് വലിയ താല്പര്യമില്ല. കഥ പറഞ്ഞു തന്നിട്ടേ പോകുന്നു. അങ്ങനെ കടന്നില്ല. അപ്പം ഉണ്ടാക്കിയിട്ടുണ്ടോ? 4 മണിക്ക് ഉണ്ടാക്കിച്ചോ? 4 മണിക്കല്ല, ഒന്ന് ചായ കുടിച്ച് 5 മണിക്ക്. ചൂടൊക്കെ ഉണ്ടാവും. കൈക്ക് കളക്കി ഇരുമ്പാ കഴുകാൻ പോകും. അതുകൊണ്ട് സഹിക്കാനുള്ള ഒരു സഹനശക്തി. എന്താ പോണ്ടേ? ഇതെന്താ കൊറേ ഒന്നും കുത്തി കേട്ട ഒരു വട്ടല്ലേ പറഞ്ഞിട്ടുള്ളോ? കുറണ്ടല്ലോ. പ്രാവശ്യത്തിന് മരുന്ന് കൂടുതൽ കിട്ടിയിട്ട് എനിക്ക് അങ്ങനെ നമ്മൾ പോവാറായിട്ട് അങ്ങനെ ബാഗൊക്കെ പാക്ക് ചെയ്യാണ് കേട്ടോ. സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നതും പിന്നെ ഇവിടുന്ന് മേടിച്ചതും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം പുറത്തേക്ക് ഇട്ടിട്ട് എല്ലാം അരിച്ച് വറക്കൂട്ടോ. പിന്നെ നമ്മൾ ഇവിടെ മറന്നിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. പിന്നെ നമുക്ക് സാധനങ്ങളൊന്നും കിട്ടില്ല. ബെഡ്ഷീറ്റ് സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും ഉണ്ടോ നോക്കണം. എന്ത് ചോദിച്ചത്? അപ്പൊ താള് പറഞ്ഞു വേറെന്തൊക്കെ പറഞ്ഞിട്ട് കുറഞ്ഞു 5-10 നിമിഷത്തിനുള്ളിൽ
നമുക്ക് ഇവിടുന്ന് നാട്ടിൽ പോകാനുള്ള ട്രെയിൻ ഇവിടുന്ന് 10:45 കാട്ട്പാടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നിന്നിട്ട്. അപ്പോൾ അന്ന് നമ്മൾ നിയാസണ്ണൻ വന്നില്ല, ഏട്ടനാണ് അയച്ചത് കേട്ടോ. നമ്മുടെ ഹോസ്പിറ്റൽ നമ്മൾ റോഡിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ കാണാം കേട്ടോ, രാത്രി ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ റാണിപ്പേട്ട് ക്യാമ്പസ് കേട്ടോ. ഇതാണ് നമ്മൾ CMC ഹോസ്പിറ്റൽ പുതിയത്. റാണിപ്പേട്ടിൽ വലിയൊരു വേറെ ഉണ്ട് കേട്ടോ, പഴയത് നമ്മളിവിടെ പുതിയതിലാണ് കാണിക്കുന്നത്. അങ്ങനെ ചേട്ടൻ്റെ കൂടെയാണ് നമ്മൾ പോണ. ചേട്ടനല്ല കേട്ടോ, ഇക്ക റഫീഖ് കൊറസാക്കോ എന്തൊരു പേരാണ് ഇക്കാട്. നിയാസണ്ണൻ്റെ ഏട്ടനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നാണ് പറയാൻ വരുന്നത്. അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് സ്റ്റേഷനിലെത്തി. ട്രെയിൻ കുറച്ച് ലേറ്റ് ആയിരുന്നു കേട്ടോ, ഒരു 11 മണിക്കൊക്കെ ട്രെയിൻ വന്നത്. അങ്ങനെ ഒരു 6:30 ആകുമ്പോൾ നമ്മൾ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ഷെയർ ഒക്കെ ചെയ്യട്ടോ. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ വീണ്ടും വരും. ബൈ.